Hello guys, welcome to our channel. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിനെ പറ്റി പറയാം. ഒരു ഷ്രഗും ഈ ഒരു ഇന്നറും പർച്ചേസ് ചെയ്തത് അർബാനിക്കിൽ നിന്നാണ്. അർബാനിക് ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ അർബാനിക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് എന്താണെങ്കിലും ഇഷ്ടമായി. അതിപ്പം ഫാഷനബിൾ ആയിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു അടിപൊളി ഷോപ്പാണ് അർബാനിക്. ഈ ഒരു ഷ്രഗിന് വന്നിട്ട് ഏകദേശം ഒരു 1200 ആ ഒരു റേഞ്ചായി. അതുപോലെ തന്നെ ഇന്നർ ആണെങ്കിലും 500 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടി. നല്ല കംഫോർട്ടാണ് കേട്ടോ നമുക്ക് ഇടുമ്പോൾ തന്നെ. എനിക്ക് എന്താണെങ്കിലും ഇഷ്ടമായി. നമ്മുടെ ഈ ടോപ്പ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ജുവലറിയാണ്. നൈക്കിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ടോപ്സ് നമ്മൾ ഇടുമ്പോൾ കൂടുതലും കുറച്ച് മാല ഒഴിവാക്കുന്നതാണ് നല്ലത്. മാല ഒഴിവാക്കി കുറച്ച് ഹെവി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ജുവലറീസ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഫാഷൻ ബ്യൂട്ടി ഫീൽഡിനോടുള്ളൊരു ഇഷ്ടം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിലെ തുടങ്ങിയതാണ്. ഡ്രോയിങ്ങിൻ്റെ ഒരു രൂപത്തിലാണ് തുടങ്ങിയത്. വരയ്ക്കാനുള്ളൊരു ഇഷ്ടമായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എത്ര പഠിക്കാനുണ്ടെങ്കിലും വീക്കിൽ വൺസ് എങ്കിലും ഒരു പെയിൻറ്റിങ് എങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. കാരണം അത് മനസ്സിന് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. നമ്മുടെ ഹോബീസ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ വീട്ടമ്മയാണെങ്കിലും അതുപോലെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും എല്ലാം നിങ്ങളുടെ ഹോബീസ് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. കാരണം നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു റിലീഫ് കിട്ടുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ഹോബീസ് ചെയ്യുമ്പോഴാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുക. ആ ഇഷ്ടമുള്ള കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏണിങ്സും കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ക്യൂട്ടി നീ വീഡിയോ അടിച്ചാൽ മണ്ണാണോ? അപ്പോൾ ക്യൂട്ടി നമ്മളിതേ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ക്യൂട്ടി നമ്മുടെ ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. അവളെന്തോ കാര്യമൊക്കെ അന്വേഷിക്കാൻ വന്നതാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നതൊക്കെ അറിയാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടാവും. പിന്നെ പയ്യെ പയ്യെ തിരക്കുകൾ വരുന്ന അനുസരിച്ച് അവരെ ഹോബീസിൽ നിന്നൊക്കെ മാറി ഇഷ്ടമില്ലാത്ത എന്തോ മറ്റെന്തൊക്കെയോ ചെയ്താണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. എന്നാലും ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ ഹോബീസിനെ കളയരുത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രെസ്സുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ടെൻഷനുള്ള ഒരു ടൈം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വരയ്ക്കാനാണ്. അത് ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് ഇഷ്ടം ഗാർഡനിങ് ആണ്. പിന്നെ എനിക്ക് പൂച്ചകളെ ഇഷ്ടം കേട്ടോ. പൂച്ച എൻ്റെ ഫേവറേറ്റ് ആണ്. വീട്ടിലൊരു പൂച്ച ഉണ്ട്, ക്യൂട്ടി കണ്ടല്ലോ. അപ്പോൾ ക്യൂട്ടിയെ ഞാൻ കൊഞ്ചിക്കും. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെയും നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും കുറച്ചൊക്കെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. കാരണം എല്ലാം ത്യജിച്ച് അങ്ങ് ജീവിക്കരുത്. കുറച്ച് ആഗ്രഹങ്ങളും കുറച്ച് ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നമ്മളൊക്കെ ജീവിക്കാൻ പ്രചോദനമാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെയാണ്. എനിക്ക് വര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. വര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മേക്കപ്പും കുറച്ച് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുന്നതാണ് എനിക്ക് ചെറുപ്പം തൊട്ടേ ഇഷ്ടം. അപ്പോൾ ആ ഒരു ടൈപ്പ് ജോലിയായിരുന്നു ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടത് കേട്ടോ. എനിക്കൊരു എയർ ഹോസ്റ്റസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ അത് അത്ര വലിയ സപ്പോർട്ടില്ലായിരുന്നു അതിന്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഒരു 12th ഒക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഫാഷൻ ഡിസൈനർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത് നിഫ്റ്റിലൊക്കെ പോയി പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ താല്പര്യത്തിൽ അതിനൊത്തൊരു ജോലിയായിരുന്നു ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിനും വലിയ സപ്പോർട്ടൊന്നും കിട്ടിയില്ല. എന്തുകൊണ്ടത് പോകാനും പറ്റിയില്ല. പിന്നെ നിഫ്റ്റിലൊക്കെ പോയി പഠിക്കാമെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതും നമുക്കത് അതത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല ആ കാലത്ത്. അപ്പോൾ ആ ഒരു സ്വപ്നം നമ്മൾ പയ്യെ അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഞാനാണെങ്കിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ബോട്ടണി എടുക്കാമെന്ന് വെച്ചു. ബോട്ടണിക്കകത്ത് ഒരുപാട് വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എൻ്റെ ഒരു ഇഷ്ടം, നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ബോട്ടണി കുഴപ്പമില്ല. എനിക്ക് +2-ലാണെങ്കിലും ബോട്ടണി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഗാർഡനിങ് എനിക്കൊരു ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഗാർഡനിങ് കുറച്ച് ബോട്ടണിക്കകത്ത് ഗാർഡനിങ് അല്ല കേട്ടോ, എന്നാലും പ്ലാന്റ്സിനെ പറ്റി പഠിക്കാം. അതുപോലെ തന്നെ റെക്കോർഡ്സ് ഒരുപാട് വരയ്ക്കാനുണ്ട്. അപ്പോൾ ബോട്ടണി ഒരു സബ്ജക്റ്റ്, ഒരു ഐച്ഛിക വിഷയമായി അതൊരു സബ്ജക്റ്റായിട്ട് തിരഞ്ഞെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ബോട്ടണി സെലക്ട് ചെയ്തു. ഡിഗ്രി കഴിയുമ്പോൾ നമുക്ക് നിഫ്റ്റി പോവാം, അന്നേരത്തേക്കും നമ്മൾ പൈസയൊക്കെ ഒന്ന് സെറ്റാക്കാം, നിഫ്റ്റിൽ പോവാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുവാണ്. അപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 ടെസ്റ്റുകളൊക്കെ ഉണ്ടായത് കേട്ടോ. അതൊക്കെ ഭയങ്കര വലിയ കഥയാണ്, അത് ഞാൻ പറയുന്നില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ ഡിഗ്രി കഴിയുമ്പോൾ വിടാമെന്നൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ ഡിഗ്രി കഴിഞ്ഞപ്പോഴും നമ്മളെ അങ്ങനെ വിട്ടൊന്നുമില്ല. അപ്പോൾ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മനസ്സിൽ എന്താ കിടക്കുന്നത്, ഫാഷൻ ഡിസൈനിങ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഫാഷൻ ഷോയും റാം വാക്കൊക്കെയാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. ആക്ച്വലി വന്നിട്ട് ഫാഷൻ ഷോ എന്ന് പറയുന്നത് ഭയങ്കര സ്കില്ല് വേണ്ട ഒരു ജോബാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. എനിവേ ഫാഷൻ ഡിസൈനർ ആവുക, മേക്കപ്പിനെ പറ്റി അത്ര ചിന്തിച്ചില്ല. എന്നാലും ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആംബിഷനായിട്ട് ഉള്ളിൽ തന്നെ കിടന്നു. നമ്മൾ MSW പോയി ജോയിൻ ചെയ്തു.
അപ്പോഴും ഞാൻ വരയ്ക്കുമായിരുന്നു കേട്ടോ, അത്യാവശ്യം വരയ്ക്കുമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ ബോറടിച്ചിരിക്കുന്ന ടൈമല്ല ഞാൻ വരയിലായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞപ്പോഴും ഞാൻ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു സ്വപ്നം വിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലത്തേക്കും ഏജ് അധികമായിരുന്നു. ഇതിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ 23 ആണ് ഏജ് ലിമിറ്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ നല്ല ടഫാണ്. അപ്പോൾ എനിക്ക് നിഫ്റ്റി പോകാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് മാറിയില്ല കേട്ടോ. എവിടെയെങ്കിലും പോയ ഒരു ഡിപ്ലോമ കോഴ്സെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് ഞാൻ വെച്ചു. അപ്പോൾ ഡിപ്ലോമ കോഴ്സ് ചെയ്തു. ആ ഡിപ്ലോമ കോഴ്സിൽ ഏറ്റവും മാർക്കോടുകൂടി പാസ്സായത് ഞാനായിരുന്നു. ഞാൻ കഴിഞ്ഞ ആ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ സാരിയിലും ഡ്രസ്സിലും ഒക്കെ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. വർക്കുകൾ വരാൻ തുടങ്ങി. എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ പെട്ടെന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് പെട്ടെന്നൊരു ബിസിനസ്സിലേക്ക് പോകാനായിട്ടും എനിക്ക് ഒരു പ്ലാനില്ലായിരുന്നു. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ദെൻ എൻ്റെ പ്ലാൻ കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് സ്റ്റൈലിംഗ് എന്നൊരു മേഖലയിലേക്ക് നമുക്ക് പോയിക്കൂടാ. സ്റ്റൈലിംഗ് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണല്ലോ. സ്റ്റൈലിംഗ്, ഫാഷൻ, ബ്യൂട്ടി, മേക്കപ്പ് അങ്ങനെ. അപ്പം ഞാൻ കുറച്ചുകൂടെ വിശാലമായി ചിന്തിച്ചു. സ്റ്റൈലിങ്ങും മേക്കപ്പും എല്ലാം കുറച്ച് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്സാണ്. പിന്നെ ഞാൻ തീരുമാനിച്ചു സ്റ്റൈലിംഗ് ഓൾറെഡി നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഉള്ള ഇതൊക്കെ വെച്ച് നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്തുകൂടാ. മേക്കപ്പാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ കോളേജിൽ പഠിച്ച സമയത്തൊക്കെ ഒരുപാട് ഡാൻസ് പ്രോഗ്രാമിനും ഒക്കെ ഫ്രണ്ട്സിനെ ഒരുക്കിയിട്ടാണെങ്കിലും അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കല്യാണത്തിന് ഞാൻ ഒരുക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ, നിൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ, അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണേലും അങ്ങനെയുള്ള 1-2 ഫ്രണ്ട്സിനെ ഒരുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പ് പഠിക്കാൻ പോയത്. ഒരു 1-1.5 വർഷത്തെ കോഴ്സായിരുന്നു. ലാക്മേലായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് മേക്കപ്പും സ്റ്റൈലിങ്ങും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഹോബീസ് വിട്ട് കളയരുതെന്ന് പറഞ്ഞത്. ഹോബീസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. വേണേൽ അത് വെച്ച് നമുക്ക് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും താല്പര്യത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിരിക്കും. ഹോബീസ് നമ്മുടെ ഏർണിംഗ് സോഴ്സ് ആക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നൊരു ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ബിസി ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുക. അതുവഴി നമുക്ക് ഏർണിങ്സ് കിട്ടിയില്ലെങ്കിലും നമുക്ക് വലിയൊരു സന്തോഷം തന്നെ കിട്ടും. എന്ത് വണ്ടിയല്ലേ നമ്മളൊരു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു വണ്ടിയേ ഇല്ല. +2 ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാവരും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് പോകുന്നു, കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നു. ഞാൻ പോയത് ഡ്രോയിങ് പഠിക്കാനാട്ടോ. എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം അതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അത് പഠിക്കാൻ പോയി. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു എന്തിനാണ് ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കാണിക്കാനാണ്, എന്ത് മെച്ചം എന്താണ്, കുറേ ക്വസ്റ്റ്യൻ ചെയ്യട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ഇവിടുത്തെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും നമ്മളെ. എന്നാൽ അവരവരുടെ ഇഷ്ടത്തിൽ പോയിക്കോട്ടെ എന്ന് വെക്കില്ല. നമ്മുടെ നാട് അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഡ്രോയിങ് ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഞാനൊരു ചേച്ചിയുടെ അടുത്താണ് പഠിക്കാൻ പോയത്. ആ ചേച്ചിയുടെ പേരൊക്കെ മറന്നു കേട്ടോ. പണ്ട് ഞാൻ അങ്ങനെ ശരിക്കും ഡ്രോയിങ് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ ചേച്ചി കുറേ പെയിൻറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ് പഠിക്കണമെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ അടുത്ത വേറൊരു ടൈപ്പ് പെയിൻറ്റിങ് പഠിക്കണമെങ്കിൽ 2000 രൂപ, അങ്ങനെയായിരുന്നു ഫീസ്. അപ്പോൾ ഓരോന്നിനും ഓരോ ടെക്നിക്സാണ്. ചിലപ്പം ഈ മോൾഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതുണ്ടാവും, അങ്ങനെ പല ടൈപ്പ് പെയിൻറ്റിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാം എനിക്ക് പഠിക്കണം. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഒരെണ്ണം ഞാൻ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ചെയ്യുന്നത്. ഫീസൊക്കെ കൊടുത്തിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാലും ആർക്കെങ്കിലും വിൽക്കും. അത് വിറ്റ് പൈസ കൊണ്ടാണ് പിന്നെ അടുത്ത പെയിൻറ്റിങ് നമ്മൾ പഠിക്കാനുള്ള ഫീസ് കണ്ടെത്തുന്നത്. അല്ലാതെ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മൾ വീട്ടിൽ പോയി എപ്പോഴും ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പെയിൻറ്റിങ് പഠിക്കാനും ഒക്കെ ആ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പൈസ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ആ ഇൻട്രസ്റ്റിനെ മുറുകെ പിടിച്ച് ഇപ്പോൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടങ്ങളെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരോടും നിങ്ങളുടെ ഹോബീസും നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒന്നും ആരും കളയരുത്. എപ്പോഴും നമ്മുടെ ലൈഫിൽ ഓരോന്ന് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, പുതിയ സ്കിൽസ് നമ്മൾ പഠിച്ചെടുക്കുക. ഇപ്പം നീന്തലാണെങ്കിലും അതുപോലെ ഡ്രൈവിംഗ് ആണെങ്കിലും അങ്ങനെ എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ചെടുക്കുക. നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. ബൈ. എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയും ശനിയാഴ്ചയും കൃത്യം വൈകിട്ട് 5 മണിക്ക് നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ആരും മിസ് ചെയ്യരുത്. ഇൻസ്റ്റാഗ്രാം ലിങ്ക്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. ബൈ. വരച്ച കുറച്ച് പെയിൻറ്റിങ്സ് എല്ലാം വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ഈ പൂപ്പലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. 2 മഴ പെയ്യുമ്പോഴത്തേക്കും മൊത്തം പൂക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. വാർണിഷൊക്കെ അടിച്ച് ഉണങ്ങാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് പെയിൻറ്റിങ്സൊക്കെ കാണിക്കാം കേട്ടോ. കുറേയൊക്കെ ഞാൻ സെയിലാക്കി. അപ്പം നമുക്ക് കുറച്ച് പെയിൻറ്റിങ്സൊക്കെ കാണിക്കാം. ഇതിൽ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഞാൻ സെയിലാക്കി. ഇത് കണ്ടോ, ഇതൊരു സീനറിയാണ്.
ഇത് മെയിൻലി രണ്ടുപേരും ഇതേ ഫിഷിങ്ങിനൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഇതിനകത്ത്. പിന്നെ എന്തോ എനിക്ക് വല്ലാതൊരു ഇഷ്ടം തോന്നി വരച്ച ഒരു പെയിൻറ്റിംഗ് ആണിത്. മെയിൻലി വന്നിട്ടൊരു സീനറിയാണ്. ഞാൻ ഹോസ്റ്റലിൽ വെച്ച് വരച്ചതാണ്. എന്തോ ആ ടൈം ഭയങ്കര എനിക്ക് ലോൺലിനെസ്സും അതുപോലെ തന്നെ എന്തോ ഭയങ്കര ഒരു ബോറിങ് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് ഉള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോഴും നമ്മുടെ സ്ട്രെസ്സുകളൊക്കെ അങ്ങ് പോവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും. ഞാൻ റീസെൻ്റ്ലി വരച്ചൊരു പെയിൻറ്റിംഗ് ആണ് ഇത്. ആഫ്രിക്കൻ ലേഡിയുടെ ഒരു പെയിൻറ്റിംഗ് ആണ്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. കുറേ കൊച്ചു കൊച്ചു പെയിൻറ്റിങ്സ് ഉണ്ട്. ഇതൊരു ഐ ആണ്. ഇതിനകത്ത് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് വരുന്ന നല്ലൊരു പെയിൻറ്റിംഗ് ആണ്. ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രോയിങ് ആണിത്. ഇതൊന്നും ഒന്നുമല്ല കേട്ടോ, ഒരുപാട് വരയ്ക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു ലേഡിയാണ്. ഇതിൻ്റെ തീം വന്നിട്ട് കടൽ തീർത്ത് നിൽക്കുന്ന ഒരു ലേഡിയാണ്. പിന്നെ ഇത് 2 പീസിലുള്ളൊരു ലേഡിയാണ്, ബിക്കിനി ലേഡിയാണിത്. ഇതിൻ്റെ പാവാട സ്കേർട്ട് വന്നിട്ട് തൂവൽ കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ട്, തൂവൽ ഒട്ടിച്ചിരിക്കുന്നതാണ്. നൈസായിട്ടുണ്ടല്ലേ. പിന്നെ ഇത് ദീപാവലിക്ക് ചെയ്തതാണ് കേട്ടോ. ദീപാവലിക്ക് നമ്മൾ ചെയ്തൊരു പെയിൻറ്റിംഗ് ആണിത്. പിന്നെ ഇത് നല്ല എന്നെപ്പോലെ ഒരു ഫാഷൻ ലേഡിയാണ്. എന്നെപ്പോലെ അല്ല, എന്നെക്കാട്ടിലും ഫാഷൻ ലേഡിയാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതലും ഞാൻ ഡ്രോ ചെയ്യാറ് ലേഡീസിനാട്ടോ. എന്തോ പല ലേഡി ക്യാരക്ടറും എൻ്റെ മനസ്സിൽ വരും. അവരെയൊക്കെ ഡ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സമയമില്ലാത്തൊരു വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു കഥകളി പെയിൻറ്റിംഗ് ആണ്. കഥകളി ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ ക്രൗണിൽ ഈ തൊപ്പിയും കാര്യങ്ങളും അതുപോലെ മാലയും ഒക്കെ നല്ല ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. നല്ല ടൈം എടുത്ത് ചെയ്തതാണ്. പിന്നെ ഇതൊരു ആമ്പൽക്കുളമാണ്. ആമ്പൽക്കുളത്തിൽ ഇതേ സ്കൈയുടെ റിഫ്ലക്ഷനാണ് ഈ കാണുന്നത്. ഇതൊക്കെ വല്ലാത്തൊരു ഫീൽ ചെയ്ത് വരച്ചൊരു പടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതൊക്കെ. പിന്നെ ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ആദം ഹവ്വ ചെടി നോക്കി വരച്ചാണ്. പിന്നെ ഇത് അടുത്ത പെയിൻറ്റിങ്. ഇതൊരു ലേഡിയാണ്. പ്രത്യേകിച്ച് ഞാൻ നോക്കി വരച്ചാണ് കേട്ടോ. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി, വരച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ ഐശ്വര്യ റായിനെയാണ് ഡ്രോ ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഐശ്വര്യ എന്നൊക്കെ എഴുതി വെക്കേണ്ട ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. ഇതിൽ ബീഡ്സ് വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. പെയിൻറ്റ് ചെയ്തു, അതിനുശേഷം ഫുള്ള് കൈകൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ബീഡ്സ് വർക്കും അതുപോലെ ഈ ഷോളിലുള്ള വർക്കും എല്ലാം കുറേ നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഞാൻ ആ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഭയങ്കര ഡിപ്രഷനായിരുന്നല്ലോ എല്ലാവർക്കും. വീട്ടിൽ ഇരുന്ന് മടുത്തു, അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു ടൈമിൽ ചെയ്തതാണ് ഇതൊക്കെ. ലോക്ക്ഡൗൺ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ലോക്ക്ഡൗൺ വന്നപ്പോൾ എന്താണെന്നറിയില്ല, കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്തൊരു സന്തോഷമാണ് കേട്ടോ തോന്നിയത്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്തോ എനിക്ക് ലോക്ക്ഡൗൺ ടൈമൊക്കെ വേഗം പോയിട്ടോ. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ സമയമൊക്കെ പോയി. പിന്നെ വേറെയും കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പീകോക്കിൻ്റെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീടിനകത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തു കേട്ടോ. ലോക്ക്ഡൗണിൻ്റെ സമയം ഞാൻ ശരിക്കും മാക്സിമം യൂട്ടിലൈസ് ചെയ്തു.